ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ദിവസം രാവിലെ ചന്ദ്രമതി ആകെ ദേഷ്യത്തിൽ നടക്കുകയാണ്. അപ്പോൾ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, കുറച്ച് മുന്നേ ഇവിടെ വർഷയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 പേര് പൂ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അവരപ്പോൾ കയറി വന്നത് എന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തിൽ പറഞ്ഞു. വർഷയുടെ അമ്മ ഉള്ളത് കൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റിയില്ല. ഞാൻ അവർക്ക് പൂവ് അളന്നു കൊടുത്തു. ഇതറിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ പോവാൻ നേരം വർഷയുടെ അമ്മ എന്ത് ചെയ്തു, വർഷയുടെ അമ്മയും ഇതേപോലെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയോട് പൂ ചോദിച്ചു. ചന്ദ്രമതിക്ക് തരാൻ പറ്റില്ല, ഞാനതൊന്നും ചെയ്യുന്ന ആളല്ല, രേവതി ചെയ്യുന്നതാണ്, പറയാനൊന്നും പറ്റില്ല. കാരണം അവരെ മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് ചന്ദ്രമതി വർഷയുടെ അമ്മയ്ക്ക് പൂവ് എടുത്തു കൊടുത്തു. എന്നിട്ട് വർഷയുടെ അമ്മ ചന്ദ്രമതിയുടെ കയ്യിൽ ആ പൂവിനുള്ള ക്യാഷും കൊടുത്തു. ഇത് ചന്ദ്രയ്ക്ക് ആകെ ഒരു നാണക്കേട് പോലെ ഫീലായി. കാരണം ഇങ്ങനെ ഒരു പൂ വെക്കുക എന്നൊക്കെ പറഞ്ഞ് രേവതിനെ കളിയാക്കിയിട്ട് അവസാനം ഇപ്പോൾ എനിക്ക് തന്നെ അത് കൊടുക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നുള്ള രീതിയിൽ ചന്ദ്രമതിക്ക് ആകെ ദേഷ്യവും വിഷമവും ഒക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ ദേഷ്യം വന്നിട്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ശ്രുതിയോട് ചന്ദ്രമതി എല്ലാം പറഞ്ഞു. ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും ഈ നാശം പിടിച്ച കട അവിടെ നിന്ന് മാറ്റണം. ഒന്നാമത് ചന്ദ്രമതിയുടെ പേരിലാണല്ലോ ആ ഫ്ലവർ ഷോപ്പ് ഉള്ളതും. അപ്പോൾ ആ കട എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു മൈൻഡായി. അതിനെന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ആരോടും പറയാതെ അതായത് രാത്രി എടുത്തു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ എന്നൊക്കെ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറ്റില്ല ആൻറ്റി, കാരണം അതിവിടെ ഇവിടെയൊക്കെ CCTV ഉള്ളതല്ലേ, അവസാനം നമ്മളെന്നെ പെടുമെന്ന് പറയാണ്. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, എന്നെ നാണം കെടുത്താനായിട്ടാണ് അവൾ അതൊക്കെ തുടങ്ങിയത്. അപ്പോൾ അവൾ പൂക്കാരി ആയപോലെ ഞാനും പൂക്കാരി ആവേണ്ടി വരും. ഇപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ വർഷയുടെ അമ്മയ്ക്ക് പൂവ് എടുത്ത് കൊടുത്തില്ലേ, നാളെ ഇനിയിപ്പോൾ ഞാൻ എത്ര പേർക്ക് അങ്ങനെ എടുത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വർഷയുടെ അമ്മ എന്നെ ഒരു പൂക്കാരി ആക്കി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതിക്ക് ചെറിയ വരുന്നുണ്ട്. ശ്രുതി ഒന്നും പറയാൻ നിൽക്കാൻ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക ആൻറ്റി എന്ന് പറയുകയാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാരീനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതി അത് മൈൻഡാക്കാതെ തിരിച്ച് റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചന്ദ്ര അവരെ വിളിച്ച് ചോദിക്കുകയാണ്, കൂട്ടുകാരീനെ വിളിച്ച് ചോദിക്കുമ്പോൾ കൂട്ടുകാരിയോട് കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. വിളിച്ചിട്ട് എവിടെ നീ ചോദിക്കുമ്പോൾ ഞാനിവിടെ അടുത്തുണ്ട്, എന്താ കാര്യം പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും രേവതിയുടെ കട അവിടെ നിന്ന് മാറ്റണം, അതില്ലാണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമൊന്നും പറയുന്നില്ല. കാരണം ഞാൻ നാണം കെട്ടത് ഇനി വേറൊരാൾ അറിയണ്ട, ഇനിയിപ്പോൾ അവരോട് പറഞ്ഞിട്ട് അത് നാട്ടിലുള്ള എല്ലാവരും അറിയും. അപ്പോൾ അങ്ങനൊരു ഇതിൽ അവൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടും ഒന്നും പറയില്ല. അപ്പോൾ അവർ പറയും, നീ കാര്യം എന്താ വെച്ചാൽ നേരെ പറയും, എന്നാൽ ഞാൻ അതിനുള്ള വഴി പറഞ്ഞിട്ട് അറിയും. അപ്പോൾ ചന്ദ്ര പറയും, നീ ഒന്നും പറയണ്ട എന്നിട്ട് ചന്ദ്ര ഫോൺ വയ്ക്കും. എന്നിട്ട് ചന്ദ്ര ശ്രുതിൻ്റെ അടുത്ത് വരും. അപ്പോൾ ശ്രുതി പറയും, എന്താ ആൻറ്റി എന്താ പ്രശ്നം, എന്താ വഴി കിട്ടി വരും. ഇല്ല, അവളോട് ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവളത് എല്ലാവരോടും പറയും, പിന്നെ എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല, അത് വേണ്ട, എന്തിപ്പോൾ വേറൊരു വഴി എനിക്കറിയില്ല, എനിക്കാണെന്ന് ഒരു സമാധാനവും ഇല്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, ആരും അറിയില്ല, നമ്മളാണിത് ചെയ്തത്, ആരും അറിയില്ല, അത് ചെയ്താലോ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ വഴി ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, എന്തായാലും സച്ചി പെട്ടെന്നൊരു ദിവസം ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പെർമിഷൻസോ ഒഫീഷ്യലായിട്ടുള്ള ഒന്നും അവൻ എടുത്തിട്ടുണ്ടായിരിക്കില്ല. കോർപ്പറേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു കട തുടങ്ങാനുള്ള പെർമിഷനോ ഒന്നും അവൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം തന്നെ വന്നിട്ട് കട സീസ് ചെയ്ത് കൊണ്ടുപോയിക്കോളും എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നത്, അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ ചെയ്യും, ഇത് നമ്മളാ ചെയ്തതെന്ന് ആരും അറിയില്ല എന്ന് പറയാണ്. എന്നാൽ നീ മോളിപ്പോൾ തന്നെ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി കോർപ്പറേഷനിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇതൊന്നും ചെയ്യാതെയാണ്, ലൈസൻസ് ഒന്നും എടുക്കാതെയാണ് കട തുടങ്ങിയിരിക്കുന്നത്. പിന്നെ കടയിൽ ഉള്ള വേസ്റ്റ് പൂവൊക്കെ വഴിയിലൊക്കെ ഇട്ടിട്ട് അതിൽ കൊതുകും പുഴുവൊക്കെ വന്നിട്ട് ചുറ്റുപാടുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ രേവതി നേരത്തെ പൂവെടുക്കാൻ പോയിട്ടുണ്ട്. പൂവെടുക്കാൻ പോയ സമയത്താണ് കോർപ്പറേഷൻ ആൾക്കാർ വന്നിട്ട് അത് സീസ് ചെയ്ത് കൊണ്ടുപോവാണ്. വേറൊരു വണ്ടിയിൽ പെട്ടി ഓട്ടോറിക്ഷയിൽ വന്നിട്ട് അത് കയറ്റി കൊണ്ടുവന്ന സമയത്താണ് രേവതി ഓട്ടോറിക്ഷയിൽ വന്നിട്ട് അവിടെ ഇറങ്ങുന്നത്.
രേവതി വന്നതും കാണുന്നത് ഇവളുടെ വണ്ടി പൂക്കട ഒരു ഇതിൽ കയറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ രേവതി വന്നിട്ട് വേഗം തടയുന്നുണ്ട്. എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ലൈസൻസോ കോർപ്പറേഷനിലൊന്നും അറിയിക്കാതെയാണ് ഇവിടെ കട വെച്ചിരിക്കുന്നത്, അതും ഈ റോഡ് സൈഡിൽ. ഇത് നിങ്ങളുടെ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിലല്ലേ വെച്ചിരുന്നത് രേവതി, നിങ്ങളുടെ വീട് ആ ഗേറ്റ് വരെയുള്ളൂ, അതിൻ്റെ ബാക്കി സ്ഥലം ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ഗവൺമെൻറ് അറിയാതെ നിങ്ങൾ ഇങ്ങനെ ഒരു കട ഇവിടെ തുടങ്ങാൻ പാടില്ല. അതുമല്ല നിങ്ങളുടെ കട കാരണം ചുറ്റുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അതിനൊരു കംപ്ലയിൻറ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്കിത് സീസ് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞിട്ട് അത് കൊണ്ടുപോകാൻ നിൽക്കണം. അപ്പോൾ രേവതി പറയുന്നത് അങ്ങനെയും ചെയ്യരുത് സാർ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞാനൊരു വീടിൻ്റെ സൈഡിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ടാണ് കട നടത്തിക്കൊണ്ട് പോകുന്നത്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കഷ്ടപ്പെട്ടിട്ട് വെച്ചതെന്ന് കടയാണ് സാർ, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് കരഞ്ഞ് കാല് പിടിക്കുന്ന പോലെ കരഞ്ഞിട്ട് രേവതി കുറേ പറയുന്നുണ്ട്. അപ്പോഴാണ് രവീന്ദ്രൻ നടത്തം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ രവീന്ദ്രനും ഒരുപാട് പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനോട് അവർ പറയുന്നുണ്ട്, കോർപ്പറേഷനിൽ വന്ന ആൾക്കാർ പറയുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഇവർ ചെയ്തിട്ടില്ല, അതും പോരാഞ്ഞിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുമുണ്ട്. അപ്പോൾ അവർ ഇന്ന് തന്നെ ഈ കട മാറ്റിയില്ലെങ്കിൽ അവർ മുകളിലുള്ള ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റുള്ളൂ, കംപ്ലയിൻറ്റ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കത് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ കോർപ്പറേഷനിൽ വന്നിട്ട് ഫൈൻ അടിച്ചിട്ട് വേണിച്ച് വണ്ടി തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ അത് കൊണ്ടുപോകണം. ഇവർ രണ്ടുപേരും രവീന്ദ്രനും രേവതിയും കരഞ്ഞ് കുറേ പറയുന്നുണ്ട്, എന്നാലും അവർ കേൾക്കുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രയും ശ്രുതി മാറി എന്ന് ചുരുക്കുകയാണ്. അവർക്കത് സന്തോഷമാണ്, ശ്രുതിക്കും ചന്ദ്രയ്ക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ കരഞ്ഞിട്ട് നിൽക്കുന്ന രേവതിനെയാണ് പിന്നെ കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് സച്ചി വരുന്നത്. കുറച്ച് കഴിഞ്ഞ് സച്ചി വരുമ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എങ്ങനെ ഇതൊക്കെ നേരെ ചുവേ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊരു 4 ചക്രമുള്ള വണ്ടിയിൽ കട തുടങ്ങിയാലൊന്നും അതൊരു ബിസിനസ്സൊന്നും ആവില്ല. അതിനുള്ള വിദ്യാഭ്യാസവും അതെൻ്റെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയാനുള്ള ബോധമൊക്കെ വേണം. അതിന് കോളേജിൽ പോലും പോവാത്ത ഇവർക്ക് രണ്ടുപേർക്ക് ആ ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലോ, വിദ്യാഭ്യാസം ഒന്നും അടുത്തു കൂടെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കളിയാക്കലും കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ശ്രുതിയാണെങ്കിൽ സന്തോഷിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ രേവതി ആകെ തളർന്നിരിക്കുകയാണ്. സച്ചി വരുമ്പോൾ രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനൊക്കെ ഉണ്ട്. സച്ചി ആളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയുടെ മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ സച്ചി ഇങ്ങനെയൊക്കെ ഉണ്ടായതിന് പകരമായിട്ട് രേവതിക്കൊരു സ്കൂട്ടി ഗിഫ്റ്റ് ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ട്, അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഫുള്ള് നമുക്ക് രേവതിയുടെ കരച്ചിലും സങ്കടമൊക്കെയാണ് കാണാൻ വരുന്നത്. അവരെന്തൊക്കെ നല്ലത് ചെയ്യാൻ തുടങ്ങിയാലും അതെല്ലാവരും മുടക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും യോഗമില്ല, എൻ്റെ വിധി ഇങ്ങനെയാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു, അതിനെനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് ജീവിക്കാനുള്ള യോഗ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കയറിപ്പോകുന്ന സീനാണ് അവസാനം കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്